ആകാശവാണി വാർത്താ വീക്ഷണം. വൈദ്യുതി യുഗം. തയ്യാറാക്കിയത് ഗീത എസ് പെരുമൺ. മാധ്യമപ്രവർത്തക. അവതരണം ക്രിസ്റ്റി എബ്രഹാം. പഠനം മുതൽ പരിപാലനം വരെ വൈദ്യുതി അനിവാര്യമായ ആധുനിക കാലമാണിത്. വെള്ളവും വായുവും പോലെ വൈദ്യുതിയും ഇന്ന് അടിസ്ഥാന ആവശ്യകതയാണ്. ഗാർഹിക ഉപകരണങ്ങളിലും വിവരസാങ്കേതിക വിദ്യയിലൂടെ നടത്തുന്ന പഠനത്തിലും ആശുപത്രികളിലെ ജീവൻ രക്ഷയും വ്യാവസായിക പ്രവർത്തനങ്ങളിലേതടക്കം ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അനിവാര്യമാണ് വൈദ്യുതോർജ്ജം. വൈദ്യുതിയില്ലാത്ത കാലം ആധുനിക ലോകത്തിന്റെ സങ്കല്പത്തിന് അതീതമാണ്. ഒരുപക്ഷെ അത് ഒരു ദുസ്വപ്നവുമാണ്. സൂര്യനെ വൈദ്യുതിയാക്കുകയും വൈദ്യുതിയെ സൂര്യനാക്കുകയും ചെയ്യുന്ന കാലം. മനുഷ്യചരിത്രത്തിലെ വൈദ്യുത യുഗമാണ് നമ്മുടെ കാലം. വൈദ്യുതി ഉപയോഗം വേഗത്തിൽ ഉയരുന്നതിന് പല കാരണങ്ങളുണ്ട്. ജനസംഖ്യാ വർധനയും ആധുനിക ഉപകരണങ്ങളുടെ ഉപയോഗവും ജീവിത നിലവാരത്തിലെ ഉയർച്ചയും ഡിജിറ്റൽ ജീവിതശൈലിയും വ്യവസായ വളർച്ചയും എല്ലാം ചേർന്ന് വൈദ്യുതി ആവശ്യകത വൻതോതിൽ ഉയർന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി രൂക്ഷമാകുകയാണ്. പുറത്തുനിന്ന് ലഭിക്കുന്ന വൈദ്യുതിയിൽ ഏപ്രിൽ 26 മുതൽ 200 മെഗാവാട്ടിന്റെ കുറവ് കൂടി വരുന്ന സാഹചര്യത്തിലാണ് കൊടും ചൂടിൽ വൈദ്യുതി നിയന്ത്രണത്തിന്റെ സാഹചര്യം ഉണ്ടാകുന്നത്. നഗര ഗ്രാമഭേദം ഇല്ലാതെ പല ഭാഗങ്ങളിലും ദിവസവും വൈദ്യുതി മുടങ്ങുന്നത് പതിവാവുകയാണ്. ഇതിനിടെ 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള അപേക്ഷയിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ ലഭ്യമായതിനാൽ അവ ഉൾപ്പെടുത്തി അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ മെയ് 15 വരെ വൈദ്യുതി വാങ്ങാൻ KECBക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഇന്ത്യയിൽ പ്രതിവർഷ പ്രതിശീർഷ വൈദ്യുതി ഉപഭോഗം 1400 യൂണിറ്റോളം വരുമ്പോൾ കേരളത്തിലേത് 850 യൂണിറ്റോളം മാത്രമാണ്. കാർഷിക വ്യവസായ മേഖലകളിലെ വൈദ്യുതി ഉപഭോഗം താരതമ്യേന കുറവാണ് എന്നതാണ് ഇതിന്റെ പ്രധാന കാരണം. കേരളം പ്രാഥമികമായി ഒരു ഉപഭോഗ സംസ്ഥാനമാണ്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിന്റെ പകുതിയിലേറെയും ഗാർഹിക മേഖലയിലാണ്. ഉപഭോഗ വർധനവ് രേഖപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മറ്റൊരു മേഖല വാണിജ്യമാണ്. വൈദ്യുതി ആവശ്യകത പരിധിക്ക് അപ്പുറം ഉയർന്നതോടെ പ്രസരണ വിതരണ ശൃംഖല വലിയ സമ്മർദ്ദത്തിലാണ്. ഈ കാരണത്താൽ പലയിടങ്ങളിലും വോൾട്ടേജ് കുറവ് അനുഭവപ്പെടുന്നുണ്ട്. പ്രതിസന്ധി തരണം ചെയ്യാൻ വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുക, പ്രധാനമായും വൈകുന്നേരം 6 മുതൽ 11 മണിവരെയുള്ള പീക്ക് സമയത്തെ പമ്പ് സെറ്റ്, ഇൻഡക്ഷൻ കുക്കർ, ഫാൻ, AC, വാട്ടർ ഹീറ്റർ, അയൺ ബോക്സ്, വാഷിംഗ് മെഷീൻ, ഗ്രൈൻഡർ തുടങ്ങി വൈദ്യുതി അധികമായി ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെ ഉപയോഗം നിയന്ത്രിക്കുകയും വൈദ്യുതി വാഹന ചാർജിംഗ് വൈകുന്നേരം 6 മണിക്ക് ശേഷം ഒഴിവാക്കി പരമാവധി മറ്റു സമയങ്ങളിൽ ക്രമീകരിക്കേണ്ടതുമാണ്. പഴയ ട്യൂബ് ലൈറ്റുകൾക്ക് പകരം LED ബൾബുകൾ ഉപയോഗിക്കുകയും 5 സ്റ്റാർ റേറ്റിംഗ് ഉള്ള വൈദ്യുതി ഉപകരണങ്ങൾ തിരഞ്ഞെടുക്കുകയും വേണം. AC ഉപയോഗിക്കുമ്പോൾ താപനില 24 മുതൽ 26 ഡിഗ്രി സെൽഷ്യസിൽ വരെ ക്രമീകരിക്കുന്നത് കംപ്രസറിലെ സമ്മർദ്ദം കുറച്ച് മികച്ച തണുപ്പ് ലഭിക്കുന്നതിനൊപ്പം വൈദ്യുതി ഉപയോഗം പകുതിയായി കുറയ്ക്കാൻ സഹായിക്കുന്നു. ഫാനുകളിൽ പഴയ റെഗുലേറ്ററുകൾക്ക് പകരം ഇലക്ട്രോണിക് റെഗുലേറ്ററുകൾ ഉപയോഗിച്ചാൽ വൈദ്യുതി ലാഭിക്കാം. ദിവസവും കുറച്ച് തുണികൾ വീതം ഇസ്തിരിയിടാതെ ആഴ്ചയിലൊരിക്കൽ ഒരുമിച്ച് ഇസ്തിരിയിടുന്നതും വൈദ്യുതി ലാഭിക്കാൻ സഹായിക്കും. ഉപയോഗത്തിന് ശേഷം വൈദ്യുതി ഉപകരണങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യണം. TV, കമ്പ്യൂട്ടർ, മൈക്രോവേവ് ഓവൻ എന്നിവ റിമോട്ട് വഴി ഓഫ് ചെയ്താലും പ്ലഗ് പോയിന്റിൽ നിന്ന് സ്വിച്ച് ഓഫ് ചെയ്തില്ലെങ്കിൽ വൈദ്യുതി ഉപയോഗം തുടരും. സംസ്ഥാനത്തിന് ആവശ്യമുള്ള വൈദ്യുതിയുടെ 25 മുതൽ 30% മാത്രമാണ് കേരളത്തിൽ ഉത്പാദിപ്പിക്കുന്നത്. ഇതിൽ ഭൂരിഭാഗവും ജലവൈദ്യുതി നിലയങ്ങളിൽ നിന്നാണ്. ഗാർഹിക വാണിജ്യ മേഖലകളിൽ വൈദ്യുതി ഉപഭോഗം നല്ല നിലയിൽ വർദ്ധിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ ഓരോ വർഷവും 3-4% വെച്ചുള്ള വർധനവാണ് കുറെ കാലമായി നിലനിൽക്കുന്നത്. ഉപഭോഗത്തിലുള്ള ഈ വർധനവ് സംസ്ഥാനത്ത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട സാഹചര്യമുണ്ടാക്കി. പ്രസരണ ഫീഡറുകൾ ഓവർലോഡായി ഓഫായി പോകുന്നത് കണക്കിലെടുത്ത് ലോഡ് നിയന്ത്രിക്കേണ്ടി വന്നു. സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് ചില വിതരണ ഫീഡറുകൾ ഭാഗികമായി മാത്രം ചാർജ് ചെയ്ത് നിർത്തേണ്ടി വന്നു. പീക്ക് സമയങ്ങളിൽ ഉപഭോഗ നിയന്ത്രണത്തിനായി വോൾട്ടേജ് കൺട്രോൾ പോലുള്ള മാർഗങ്ങളും അവലംബിക്കേണ്ടി വന്നിട്ടുണ്ട്. വൈദ്യുതി ഉപഭോഗത്തിന്റെ പാറ്റേണിൽ വന്നിട്ടുള്ള മാറ്റം കൂടി ഇതോടൊപ്പം കാണേണ്ടതുണ്ട്. മുൻകാലങ്ങളിൽ പീക്ക് ഡിമാൻഡ് വൈകുന്നേരം 6-6:30 മണിയോടെ ആരംഭിച്ച് 10-10:30 മണിയോടെ അവസാനിച്ചിരുന്നു. സംസ്ഥാനത്തെ രാത്രി ജീവിതം ശക്തമാകുന്നതിന്റെ ഭാഗമായിരിക്കാം കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഇത് രാത്രി 11-11:30 മണിവരെയൊക്കെയായി നീണ്ടുവന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സ്ഥിതി ഇതിലും മാറിയിരിക്കുന്നു. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പീക്ക് ലോഡ് സമയം രാത്രി 2:30-3 മണിയോളമായി മാറിയിട്ടുണ്ട്. സംസ്ഥാനത്ത് പൊതുവിലുണ്ടായിട്ടുള്ള ജീവിത നിലവാര വർധനവ് വൈദ്യുതി ഉപകരണങ്ങൾ വാങ്ങുന്നതിലും ഉപയോഗിക്കുന്നതിലും നല്ല നിലയിൽ പ്രതിഫലിക്കുന്നുണ്ട്. നമ്മുടെ ദൈനംദിന വൈദ്യുതി ഉപഭോഗത്തിലെ വർധനവിൽ ഇത് പ്രതിഫലിച്ചിട്ടുള്ളതായി കാണാം. വൈദ്യുതി വാഹനങ്ങളുടെ വർധനവും ഈ മാറ്റത്തിൽ ഒരു പ്രധാന പങ്കുവഹിക്കുന്നു.
വൈദ്യുതി ആവശ്യകത ക്രമാതീതമായി ഉയർന്നാൽ പ്രസരണ വിതരണ ശൃംഖലകൾക്ക് തകരാറുണ്ടാകുന്നത് ഒഴിവാക്കാൻ പീക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി വൈദ്യുത നിയന്ത്രണത്തിൽ സംസ്ഥാനത്ത് 15 മുതൽ 30 മിനിറ്റ് വരെ നിയന്ത്രണമുണ്ടാകും. വൈദ്യുതി ഉപയോഗം ഉയരുന്നത് പരിഹരിക്കാൻ ജനങ്ങളുടെ സഹകരണം തേടാനും KECB തീരുമാനിച്ചിട്ടുണ്ട്. സ്മാർട്ട് മീറ്ററുകൾ വൈദ്യുതി ഉപയോഗം കാര്യക്ഷമമായി നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ആധുനിക സംവിധാനങ്ങളാണ്. ഉപഭോക്താവ് മുൻകൂർ റീചാർജ് ചെയ്ത തുകയ്ക്ക് അനുസരിച്ചാണ് വൈദ്യുതി ഉപയോഗം നടക്കുന്നത്. വൈദ്യുത ഉപയോഗം നിയന്ത്രിക്കാൻ ഇത് ഒരു പരിധിവരെ സഹായിക്കുന്ന സംവിധാനമാണ്. വൈദ്യുതി ഉപഭോഗത്തിൽ ഇപ്പോഴുണ്ടായ വർധനവ് ജനങ്ങളുടെ സ്വയം നിയന്ത്രണവും ചില ലോഡ് നിയന്ത്രണ ഉപാധികളും കൊണ്ട് മറികടക്കുക മാത്രമേ സാധ്യമാവുകയുള്ളൂ. വൈദ്യുതി ലഭ്യത വർദ്ധിപ്പിക്കാനോ പ്രസരണ വിതരണ ശൃംഖലകളുടെ ശേഷി കൂട്ടാനോ വളരെ പെട്ടെന്ന് കഴിയുന്നതല്ല. ഊർജ്ജ കാര്യക്ഷമത ഉറപ്പുവരുത്തിയും അനാവശ്യ ഉപഭോഗങ്ങളില്ലാതെയും ഓരോ ഉപഭോക്താവിന്റെയും ആവശ്യങ്ങൾക്കനുസരിച്ച് കൃത്യമായ വോൾട്ടതയിലും ഫ്രീക്വൻസിയിലും തടസ്സങ്ങളില്ലാതെ വൈദ്യുതി കിട്ടാൻ ജനങ്ങൾക്കുള്ള അവകാശം അംഗീകരിക്കുക കൂടി ചെയ്യേണ്ടതുണ്ട്. വൈദ്യുതി ഡിമാൻഡിലും പ്രതിവർഷ ആവശ്യകതയിലും ഉണ്ടാകാനിടയുള്ള വർധനവ് സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉണ്ടാകുക എന്നതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ വൈദ്യുതി ആസൂത്രണത്തിൽ പ്രധാനപ്പെട്ടത്. കേരളത്തിന്റെ വൈദ്യുതി ആവശ്യകത നിറവേറ്റാൻ ആഭ്യന്തര വൈദ്യുതി ഉൽപാദനം വർദ്ധിപ്പിക്കുന്നത് പ്രധാനപ്പെട്ടതാണ്. അതിൽ നമുക്ക് മുന്നിലുള്ള പ്രധാന മാർഗം സൌരോർജ്ജം തന്നെയാണ്. നിലവിൽ കേരളത്തിലെ സൌരോർജ്ജ വൈദ്യുതി ഉൽപാദനശേഷി 1800 മെഗാവാട്ട് കടന്നിട്ടുണ്ട്. അത് ഇനിയും വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ കഴിയും. ആവശ്യമായ മെഗാവാട്ട് സ്റ്റോറേജ് പദ്ധതിയും സോളാർ നിലയങ്ങളോടൊപ്പം ആസൂത്രണം ചെയ്യണം. ബാറ്ററി സാങ്കേതികവിദ്യയിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ ഒരുപക്ഷേ സ്ഥിതിയിൽ മാറ്റമുണ്ടാക്കിയേക്കാം. സൈലന്റ് വാലി, പൂയംകുട്ടി, ട്വിൻ കല്ലാർ, അതിരപ്പള്ളി തുടങ്ങി കേരളത്തിന് നഷ്ടമായ ജലവൈദ്യുതി പദ്ധതികൾ ഏറെയുണ്ട്. പരിസ്ഥിതി പ്രശ്നങ്ങളെ ശാസ്ത്രീയമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രായോഗികമായി നടപ്പാക്കാൻ കഴിയുന്ന ജലവൈദ്യുതി പദ്ധതികൾ കേരളത്തിൽ സാധ്യമാണ്. 600 മെഗാവാട്ടിലധികം കാറ്റാടി നിലയ സാധ്യതകൾ കണക്കുകളിൽ ഉണ്ടെങ്കിലും നിലയ നിർമ്മാണത്തിന് നിയമപരവും ഭൂപ്രകൃതി സൃഷ്ടിക്കുന്ന തടസ്സങ്ങളുമൊക്കെ കണക്കിലെടുത്താൽ പരമാവധി 150 മെഗാവാട്ട് പ്രായോഗിക സാധ്യതയാണ് കാറ്റാടി വൈദ്യുതിയായി കേരളത്തിലുള്ളത്. അതിൽ നിന്നും 40 മുതൽ 45 കോടി യൂണിറ്റ് വൈദ്യുതി കിട്ടിയേക്കാം. തിരമാലയിൽ നിന്നും വേലിയേറ്റ വേലിയിറക്കങ്ങളിൽ നിന്നുമൊക്കെ വൈദ്യുതി ഉണ്ടാക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. വേഗത കുറഞ്ഞ കാറ്റുപയോഗിച്ച് വൈദ്യുതി ഉണ്ടാക്കുന്നതും ചർച്ചകളിലുണ്ട്. ഹിമാചൽ പ്രദേശ് പോലെ വേനൽക്കാലത്തും ജലലഭ്യത ഉറപ്പുള്ള സംസ്ഥാനങ്ങളിലെ പുതിയ ജലവൈദ്യുതി നിലയങ്ങളിൽ പങ്കാളിത്തം എടുക്കുന്നതും ആലോചിക്കാവുന്ന സാധ്യതയാണ്. കേരളത്തിന് പുറത്ത് വിശാലമായ തരിശുഭൂമി ലഭ്യമായ പ്രദേശങ്ങളുണ്ട്. ഇത്തരം ഭൂമി കണ്ടെത്തി സംഭരണ സംവിധാനങ്ങളോടുകൂടിയ സോളാർ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സാധ്യതയും പരിശോധിക്കാവുന്നതാണ്. നിലവിലുള്ളതും നിർമ്മാണത്തിലിരിക്കുന്നതുമായ നിലയങ്ങളിൽ നിന്ന് വൈദ്യുതി വാങ്ങുന്നതിനും സാധ്യതയുണ്ട്. ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഒരു ഘട്ടത്തിൽ ആഭ്യന്തര വൈദ്യുതി ഉത്പാദനം വൻതോതിൽ വർദ്ധിപ്പിക്കാൻ സഹായകമായ നിലയിൽ ആയിക്കൂടുന്നില്ല. ഉദാഹരണത്തിന് തോറിയം അധിഷ്ഠിത ആണവ സാങ്കേതിക വിദ്യ അത്തരത്തിലുള്ള ഒരു സാധ്യതയാണ്. അത്തരം സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നതാണ് ശരിയായ രീതി. നമ്മുടെ വൈദ്യുതി ആവശ്യകതയിൽ പുറത്തുനിന്നുള്ള ഇറക്കുമതി പ്രധാന മാർഗമാകുമ്പോൾ ആവശ്യത്തിന് ഇറക്കുമതി ശേഷി ഉറപ്പുവരുത്താനും ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്. തടസ്സരഹിതമായ വൈദ്യുതി വിതരണം ഉറപ്പുവരുത്തുന്നതിന് വിതരണ ശൃംഖലയുടെ ശേഷി വർധനവും അറ്റകുറ്റപ്പണികളുടെ കൃത്യമായ ആസൂത്രണവും ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാ പ്രദേശങ്ങളിലേക്കും എല്ലാ ട്രാൻസ്ഫോർമറുകളിലേക്കും ഒന്നിലധികം ഫീഡറുകളിലൂടെ വൈദ്യുതി എത്തിക്കാൻ കഴിഞ്ഞാലേ ഫീഡറുകളിലെ തകരാറുകൾ ഉപഭോക്താവിനെ വലിയ തോതിൽ ബാധിക്കാതെ വൈദ്യുതി വിതരണം നടക്കുകയുള്ളൂ. വിതരണ ട്രാൻസ്ഫോർമറുകളിലെ ലോഡ് ആവശ്യം വന്നാൽ തൊട്ടടുത്ത ട്രാൻസ്ഫോർമറുകളിലേക്ക് മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന നിലയിൽ ക്രമീകരിക്കപ്പെടുകയും വേണം. ആധുനിക സാങ്കേതിക വിദ്യകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി വൈദ്യുതി തകരാറുകൾ പരമാവധി കുറയ്ക്കേണ്ടതും പ്രധാനമാണ്. ലഭ്യമായ ഊർജം സംരക്ഷിക്കേണ്ടത് ഭൂമിയുടെയും ജീവന്റെയും നിലനിൽപ്പിന് അനിവാര്യമാണ്. ഭൂമിയെ സംരക്ഷിക്കുന്ന പോലെ ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ജീവൻ നിലനിർത്തുന്ന ഊർജ സ്രോതസ്സുകളെയും സംരക്ഷിക്കുകയും വിവേകപൂർവ്വം ഉപയോഗിക്കുകയും ചെയ്യേണ്ടതുണ്ട്. സുസ്ഥിര വികസനം മുടക്കമില്ലാത്ത ഊർജ ലഭ്യതയാണ്. എല്ലാ ശ്രോതാക്കളും ഊർജം ലഭ്യമാകുന്നത് സംരക്ഷിക്കുക, ലഭ്യത ഉറപ്പാക്കുക, ലഭ്യമായത് പാഴാക്കാതിരിക്കുക, നല്ല നാളെ കരുപിടിപ്പിക്കുക. നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം.